എല്ലാത്തിലും ഓട്ടോ മോഡ് വരും. ഓട്ടോ ഇട്ട് കഴിഞ്ഞാൽ ഓട്ടോമാറ്റിക്കിന് സെറ്റാണ്. അതെല്ലാത്തിലും വരുന്നുണ്ട്, എല്ലാ മോഡൽസിലും വരുന്നുണ്ട്. ഇത് 16 16.9 പൈസ മോലാവും. നിങ്ങൾക്ക് എടുത്ത് പോവാ. ആക്ഷൻ ക്യാമറ നിങ്ങൾക്ക് ഓടിയാലൊന്നും ആവില്ല. ഇത് നമുക്ക് അങ്ങോട്ടേക്ക് താഴോട്ടേക്ക് മേട്ടേക്ക് മാത്രമല്ല, ഇതിപ്പോൾ നമുക്ക് ഇതിൽ അഡ്ജസ്റ്റ്മെൻ്റ് ഉണ്ട്. ക്യാമറ താഴോട്ട് കൊണ്ടുവരാം, മുകളിലേക്ക് കൊണ്ടുവരാം. ഓർഡാണ് നല്ല പിക്ചർ ക്വാളിറ്റിയാണ്. ആ ഇപ്പോൾ നല്ല എല്ലാവരും നല്ല അഭിപ്രായം. ഇതേതാ കമ്പനി? ഡിജൻ്റെ അത് ഇവിടെ ഉണ്ടോ? ആ ഇതിൻ്റെ ഇവരുടെ ഒന്നും ഇതിൻ്റെ ഇതുണ്ടോ അവിടെ? പേര് പറ. സത്യൻ. എവിടെ സ്ഥലം? കണ്ണൂർ. കണ്ണൂർ അല്ലേ? എന്ത് ചെയ്യുന്നു? ഞാൻ പന്തൽ വർക്ക്. നമ്മളെ ഇവരെ നമ്മളെ സുഹൃത്താണ്. പ്രിയ ഗുരുജനങ്ങളെ, നല്ല നമസ്കാരം. ഞാനിപ്പോൾ ഉള്ളത് വയനാട് ജില്ലയിൽ ബാവലി എന്ന് പറഞ്ഞ സ്ഥലത്താണ്. അത് കാട്ടിക്കുളത്ത് നിന്ന് കുറച്ചും കൂടി മുന്നോട്ടേക്ക് വരണം, എന്നാലും മാത്രമേ ഈ സ്ഥലത്തേക്ക് എത്തുക. എല്ലാവർക്കും ബാവലി എന്ന് പറഞ്ഞ സ്ഥലം എല്ലാവർക്കും അധികം അറിയാം. അപ്പം ഈ പായ്മൂല എന്ന് പറഞ്ഞത് പെട്ടെന്ന് എല്ലാവർക്കും ചിലപ്പോൾ അറിയണമെന്നില്ല. ഈ സ്ഥലത്തിൻ്റെ പേര് പായ്മൂല എന്നാണ്. പായ്മൂലയിൽ ഞാൻ ഒരു വിഷ്ണുമായ സ്വാമീനെ കാണാൻ വേണ്ടി വന്നിരിക്കുകയാണ്. അപ്പം അതിനെ ഇത് വിഷ്ണുമായ തന്നെ വിഷ്ണുമായെ കാണാൻ വേണ്ടി വന്നിരിക്കുകയാണ്. ഞാൻ മുമ്പിട്ട് ഞങ്ങൾക്ക് ഈ വീഡിയോ ഞാൻ ഇതിൽ ചെയ്തിട്ടുണ്ട്. അപ്പം മുമ്പുള്ളതിൽ നിന്നും വ്യത്യസ്തമായിട്ട് അവർ ആ ഒരു വീട്ടിൽ നിന്നായിരുന്നു ചെയ്തുകൊണ്ടിരുന്നത്. അതിപ്പം ഒരു ക്ഷേത്രമായിട്ട് ഒരു ചെറിയ മഠം പോലെ കെട്ടിയിട്ട് അവിടെ ചെയ്യുന്നുണ്ട്. എല്ലാ ഞായറാഴ്ചയാണ് അത് ഉള്ളത്. പിന്നെ രണ്ടാമതുള്ളതെന്ന് വെച്ച് കഴിഞ്ഞാൽ ഈ ക്ഷേത്രത്തിൻ്റെ പുനർനിർമ്മാണം നടക്കാൻ പോവുകയാണ്. പുനഃപ്രതിഷ്ഠാ ദിനം നടക്കാൻ വേണ്ടിയിട്ട് അതിൻ്റെ പണി നടന്നുകൊണ്ടിരിക്കുകയാണ്. പുനരുദ്ധാരണം ഇപ്പോൾ പുനരുദ്ധാരണം നടക്കാൻ വേണ്ടിയിട്ട് അതിൻ്റെ ഇത് ചെയ്തുകൊണ്ടിരിക്കുകയാണ്. അതിന് നിങ്ങളെ സഹായങ്ങൾ അത്യാവശ്യമാണ്. ഇതിൻ്റെ കമ്മിറ്റിയിൽ ഭാരവാഹികളെ ഞാൻ ബന്ധപ്പെട്ട് സംസാരിച്ചിട്ടുണ്ട്. അപ്പോൾ അവർ അതിന് വേണ്ടുന്ന ക്ഷേത്രത്തിൽ തിരക്കായതുകൊണ്ട് അവർക്ക് ഇങ്ങോട്ട് വന്ന് പറയാൻ വിഷമം ആഗ്രഹിക്കുന്നുണ്ടെങ്കിൽ ഞാൻ അതിൻ്റെ നമ്പർ തരാം. നിങ്ങൾ ആ നമ്പറിൽ വിളിച്ചിട്ട് ഒന്നുകിൽ സംസാരിക്കുക, അല്ലെങ്കിൽ ഗൂഗിൾ പേ എന്താ വേണ്ടി നിങ്ങൾക്ക് ചെയ്യാം കേട്ടോ. അപ്പം പായ്മൂല പായ്മൂല പുളിയാമ്പള്ളി ശ്രീ വിഷ്ണുമായ ഭദ്രകാളി ദേവസ്ഥാനം, ഇതാണ് ഈ ക്ഷേത്രത്തിൻ്റെ പേര്. അത് ഒത്തിരി വലിയ പേരായതുകൊണ്ടാണ് അങ്ങനെ കട്ടക്ക് പണ്ടി വരുന്നത്. അപ്പോൾ നിങ്ങളെ എല്ലാം സഹായ സഹകരണങ്ങൾ ഉണ്ടാവുക. നിങ്ങൾ കാണേണ്ട സ്ഥലമാണ്, കണ്ടില്ലെങ്കിൽ നഷ്ടമാണ്. ഒരു പ്രത്യേകമായിട്ട് നമ്മളൊരു ഗ്രാമപ്രദേശം ഉൾഗ്രാമത്തിൽ പോയ ഒരു ഫീലാണ് കേട്ടോ. ഇവിടെ വന്നു കഴിഞ്ഞാൽ ഉണ്ടാവുക ഒരു നല്ല പ്രകൃതി. നാനാദേശത്തു നിന്നും ആൾക്കാർ എത്തുന്നുണ്ട്. എന്ന് വെച്ചാൽ കേരളത്തിൻ്റെ ഒട്ടുമിക്ക എല്ലാ സ്ഥലത്തു നിന്നും ആൾക്കാർ ഇവിടെ വരുന്നു. ഞാൻ വരുമ്പോൾ തന്നെ ഇവിടെ കണ്ണൂരിൽ നിന്ന് ആളുണ്ടായിരുന്നു, കോഴിക്കോട് നിന്ന് ആളുണ്ടായിരുന്നു. ഒത്തിരി ജനങ്ങൾ ഇവിടെ വന്നു ചേരുന്നുണ്ട്. അതീവ പോസിറ്റീവ് എനർജിയുള്ള സ്ഥലമാണ്. അപ്പം അത് നമ്മൾ ഇത് ആവണങ്ങാട്ടൊക്കെ കാണുന്നില്ലേ, ആവണങ്ങാട്ട് വിഷ്ണുമായ ഇതൊക്കെ കാണില്ലേ. അപ്പോൾ അതുപോലെ തന്നെ ഇവിടെ കെട്ടിയിട്ട് ഇത് ചെയ്യുന്ന ഒരു സംഭവമാണ്. അത് നിങ്ങൾ കാണണം. അത് കണ്ടാൽ നിങ്ങൾക്ക് വിശ്വാസം വരും. പൂർണ്ണ ഫലമാണ് വിഷ്ണുമായ ദേവസ്ഥാനത്തിലുള്ളത്. അപ്പോൾ നിങ്ങൾ വരിക. പിന്നെ ഇവിടെ എന്ന് വെച്ചാൽ ഉച്ച സമയത്ത് അന്നദാനവും കാര്യങ്ങളൊക്കെ നൽകുന്നുണ്ട്. കഞ്ഞിയും പുഴുക്കുമാണ് കൊടുക്കാറ്. അപ്പം കുറേ വർഷമായിട്ട് ഇവിടെ എത്രയോ ആൾക്കാരുടെ വന്നു പോകുന്നവരെ ഞാനിപ്പോൾ കണ്ടു, സംസാരിച്ചു. അവരും നല്ല അഭിപ്രായം പറഞ്ഞിട്ടുള്ളത്. അപ്പോൾ നിങ്ങളിവിടെ വരിക, ഇവിടുത്തെ കാഴ്ചകൾ കാണുക, നിങ്ങൾക്കും ആ ഒരു അനുഭൂതി ഉണ്ടാക്കുക. അത്രയും എനിക്ക് പറയാൻ പറ്റും. എന്നാൽ ഇവിടെ ഏപ്രിൽ 1-ാം തീയതി ഇവിടെ
ഉത്സവമാണ്. എത്ര ദിവസത്തെ ഉത്സവമായത്? ഒറ്റ ദിവസം ഉത്സവമാണ്, ഏപ്രിൽ 1-ന്. അപ്പോൾ അതിൽ നിങ്ങൾക്ക് പങ്കുചേരാൻ പറ്റും. അന്ന് വിഷ്ണുമായ കെട്ടിയിട്ട് നിങ്ങൾക്ക് പുറത്തുണ്ടാവും, പുറത്ത് വരുമോ, പുറത്ത് വന്നിട്ട് നിങ്ങൾക്ക് കാണാൻ പറ്റും. അത് നമുക്ക് പറ്റുവാണെങ്കിൽ വേറെ തടസ്സമോ ബുദ്ധിമുട്ടില്ലെങ്കിൽ നമുക്ക് തീർച്ചയായിട്ടും അത് ചിത്രീകരിക്കാൻ പറ്റുമെങ്കിൽ വന്ന് ചിത്രീകരിക്കും. അപ്പോൾ ചിത്രീകരിക്കാൻ സമ്മതിച്ചിനി, പക്ഷേ ഞാൻ വേണ്ടാന്ന് പറഞ്ഞുകൊണ്ടാണ്. എന്നാൽ നല്ല നമസ്കാരം. നമ്മൾ ഇനിയിപ്പം അടുത്ത ക്ഷേത്ര കാഴ്ചയുമായിട്ട് വരിക. ഞാനിപ്പോൾ ഉള്ളത് വയനാട് പിന്നെ കാട്ടിക്കുളം എന്ന് പറഞ്ഞ ദേശത്താണ്. നല്ല നമസ്കാരം. ചക്കരെ പേര് പറ. സത്യൻ. എവിടെ സ്ഥലം? കണ്ണൂർ. കണ്ണൂർ അല്ലേ? എന്ത് ചെയ്യുന്നു? ഞാൻ പന്തലിലെ വർക്കാ. പന്തൽ വർക്ക്. നമ്മളെ ഇവരെ AK നമ്മുടെ സുഹൃത്താണ്. അതെയാ? രാജു. ഇല്ല, അതന്നെ പുണ്യയാത്ര ഒന്നുമില്ല. വണ്ടി മാറ്റിയോ? ഇല്ല, വണ്ടി അമ്മ ഇത്ര ഇവിടെ ഉണ്ടായിരുന്നു. അങ്ങോട്ട് പോയതോ?
ശ്രീകൃഷ്ണപുരത്തുണ്ടോ അത് വന്നിട്ട് അല്ലേ? എന്നാ ശ്രീകൃഷ്ണപുരത്ത് വലം വെക്കുന്നത് എന്നാ പൊന്നമ്മ രാവിലെ അവിടെ ഉണ്ടായി താഴെ ചെക്കോസിന്റെ അവിടെ. അതൊന്ന് പുഴുക്കാം, കഞ്ഞിയും പുഴുക്കുവാന്ന്. ആയാ പോയെന്ന് ഉച്ചക്കല്ല ഉച്ചക്കല്ല ഈ നമ്പർ എത്ര മോനെ? 90 61 64 91 01. പിന്നെ ഇതിന്റെ QR കോഡ് ഉണ്ട് ഇവിടെ? QR കോഡ് ഉണ്ടെന്നോ? ഉണ്ടാ അടി ഉണ്ടെങ്കിൽ ഒന്ന് എടുത്തു തരണം. ഇല്ലെങ്കിൽ പിന്നെ ഈ നമ്പറിൽ അല്ലേ ചെയ്താൽ അപ്പം വലിയ ആൾക്കാരല്ല ഇതിൻ്റെ ഉള്ളിൽ തിരക്കാന്ന്. അതുകൊണ്ട് ഞാനിപ്പോൾ ഇത് വന്ന് പറഞ്ഞത്. അപ്പം നിങ്ങളെ സഹായ സഹകരണങ്ങൾ പ്രതീക്ഷിക്കുന്നു. ഏപ്രിലാകുമ്പോഴേക്ക് എടുത്ത വിഷ്ണുമായിയുടെ ക്ഷേത്രത്തിൻ്റെ പണി വേഗം പൂർത്തീകരിക്കാൻ പറ്റുമെങ്കിൽ സന്തോഷം. അപ്പം അതുകൊണ്ട് ഒരുപാട് ജീവന പ്രവൃത്തികളും ചെയ്യുന്ന സ്ഥലമാണ്. അതുകൊണ്ടാണ് ഞാനിവിടെ വീണ്ടും വന്നത്. നല്ല നമസ്കാരം. പിന്നെ എന്നാ പേര്? എന്താ ചെയ്യുന്നത്? ഞാൻ പഠിക്കുന്നു. പഠിക്കുന്നത് മനസ്സിലായി. എന്താ പഠിക്കുന്നത്? ഏതാ സ്കൂളിൻ്റെ പേര് പറ? പ്രിൻസിപ്പാളെ വരുന്ന അല്ല പറ. പ്രിൻസിപ്പാളെ വരുന്ന ടീച്ചർ വരുന്ന ക്ലാസ് ടീച്ചർ അപർണ ടീച്ചർ. ആ ഒരു ടീച്ചറെ പേരേ അറിയൂ? മനോജ്. ഈ രണ്ടാളെയും അറിയും. അപ്പൊ പ്രിൻസിപ്പാളെ പേരറിയില്ല. മനോജ് ആണോ പ്രിൻസിപ്പാളെ പേര്? അതന്നെയാണോ? എന്നാ ശരി. അപ്പൊ എത്ര മാർക്കുണ്ട് ഇപ്രാവശ്യം? നല്ല മാർക്കുണ്ട്. എന്നാ വെരി ഗുഡ്. ഒരു കൂടി പേര് പറയും. നല്ല കുട്ടിയായി നല്ലോണം പഠിക്കുക. അതിന് വേഗം ആഗ്രഹിച്ച പോലെ നല്ല ജോലി വേഗം വാങ്ങിക്കിട്ടുക. എന്നിട്ട് കല്യാണം എല്ലാം പോയി അല്ലേ? അങ്ങനെ